ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് മിനിമലിസത്തിനെ കുറിച്ച് സംസാരിക്കാനാണ്. എൻ്റെ അടുത്ത് 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മിനിമലിസം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് വളരെ കുറഞ്ഞ കമൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഓരോ കമൻറ്റും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനാൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയുകയാണ്. പക്ഷേ ഇത് ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ശരിയാവുന്നൊരു കാര്യമല്ല മിനിമലിസം എന്ന് പറയുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷഫീഖ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും അടുത്ത പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഏറെ പ്രയോജനകരമാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിനിമലിസം എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് ഒരിക്കലും ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റാവുന്ന ഒരു തീരുമാനമല്ല. നിരന്തരമായിട്ടുള്ളൊരു പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്കിത് നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം ഞാൻ ഒരു മിനിമലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ്. പക്ഷെ എൻ്റെ അതേ രീതി തന്നെ മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമാവുന്ന കാര്യമല്ല. ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോ തരത്തിലുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും. അപ്പം എന്താണോ തനിക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തികളും മിനിമലിസം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മനസ്സിൽ തോന്നുന്നതും അവനവൻ്റെ ചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും പ്രവൃത്തിയിൽ വരുന്നതൊക്കെയാണ് മിനിമലിസമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെക്ഷനായിട്ട് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളൊരു വീടെടുത്ത് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വസ്ത്രങ്ങളുടെ കാര്യം, ഗാഡ്ജറ്റ്, അങ്ങനെ പല സംഭവങ്ങളിലും നമുക്ക് എങ്ങനെ ഒന്ന് മിനിമലായിട്ട് പെരുമാറാന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം വിചാരിക്കും. ഒരു യാത്ര ചെയ്യണമെന്ന് വിചാരിക്കും. ഒരാൾക്ക് സന്തോഷിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണമെന്ന് വിചാരിച്ച് ഈ മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സന്തോഷിക്കാതെയും നമുക്ക് യാത്രകൾ ചെയ്യാതെയും ഒന്നും ഇരിക്കാൻ പറ്റില്ല. യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ മിനിമലായിട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ടാക്സി വിളിച്ച് പോവാതെ, അതായത് സ്വന്തമായിട്ട് ഇരുചക്ര വാഹനമല്ല, യാത്ര കൂടുതൽ ചെയ്യാനായിട്ട് ഫാമിലി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കാറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കാറില്ലാത്തവർക്കൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കണമെങ്കിലും നമ്മളുടെ മക്കളായിട്ട് പുറത്തു പോകണമെങ്കിലും നമുക്കിപ്പോൾ KSRTC അവൈലബിൾ ആണ്. പല തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെറിയ പൈസയ്ക്ക് നമുക്ക് പലയിടത്തും അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് വിചാരിച്ച് നമുക്കാർക്കും യാത്ര ചെയ്യരുതെന്നും പറയണില്ല. നമ്മളെ മക്കളായിട്ട് പുറത്ത് പോകാനും രാവിലെ പോയിട്ട് വൈകിട്ട് വരാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യണം, ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കണമെങ്കിലും നമുക്ക് പല തരത്തിലുണ്ട്. അപ്പോൾ നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് ഈ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ എല്ലാം സഹിച്ച് കഴിയണമെന്നൊന്നുമില്ല. അത് വിചാരിച്ച് യാത്ര പോയി കഴിഞ്ഞാൽ നമുക്കൊരു ആഡംബരമാവുന്നില്ല. ഓക്കെ, അപ്പം നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് പല തരത്തിൽ നമുക്ക് യാത്ര ചെയ്യാം. അതിനുപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്. അപ്പോൾ യാത്രകൾ എല്ലാവർക്കും ചെയ്യാം. അതിനുള്ള ചിലവുകൾ അതിനുള്ള വീഡിയോസും പലതരത്തിലുണ്ട്. ഇനി ഒരു കിച്ചണിൻ്റെ കാര്യം തന്നെ, ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ച് വീടും അടുക്കളയും അവരെ സംബന്ധിച്ചൊരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നല്ല കിച്ചൺ, നല്ല പാത്രങ്ങളെല്ലാം നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തികം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് നല്ല നല്ല കുക്കിംഗ് ചാനലുകൾ കാണാം, നല്ല നല്ല പാത്രങ്ങൾ കാണാം, അതിൻ്റെ റിവ്യൂ കാണാം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പലതരത്തിലും വാങ്ങിക്കാൻ തോന്നും. അവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് തോന്നി വിഷമിക്കാതിരിക്കുക. നമുക്കത് ആവശ്യമുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. നമുക്ക് സാമ്പത്തികം ഉണ്ട്. പിന്നെ നമ്മളുടെ ഭർത്താവ് അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പാത്രങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചിലവാക്കി അതിനുവേണ്ടി ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒത്തിരി ഒരു ബുദ്ധിമുട്ട്. ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, നല്ലൊരു പെൺകുട്ടി, ഒരു ഇർഫാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി കുക്കിംഗ് ചാനൽ നടത്തുന്നുണ്ട്. ആളുടെ പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗി. ആർക്ക് കണ്ടാലും ആളുടെ കിച്ചൺ കണ്ടാൽ കൊതി തോന്നുന്ന രീതിയിലുള്ളൊരു ആ കുട്ടി എന്നെ പറയുന്നുണ്ട്. എൻ്റെ കമൻറ്റിൽ പല കമൻറ്റും വരും, ഇത്താടെ ഭാഗ്യമാണോ ഇത്താക്ക് ഇത്ര നല്ല പാത്രങ്ങൾ, ഞങ്ങൾക്കൊന്നും ഇതിനുള്ള ഭാഗ്യമില്ല. പക്ഷെ ആ കുട്ടി എന്നെ പറയുന്നുണ്ട്,
ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇത്രയും ഭംഗിയുള്ള പാത്രങ്ങൾ വാങ്ങിക്കുന്നതും എൻ്റെ സ്വന്തം വരുമാനത്തിലാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇത് കണ്ടുകൊണ്ട് നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർ അങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങിച്ചു. പക്ഷെ ആ കുട്ടിക്ക് ആ പാത്രങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നത് കൊണ്ടും അതിൽ നിന്ന് വരുമാനം ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് കണ്ട് നമുക്ക് അതേപോലെ തന്നെ കണ്ടതെല്ലാം നമുക്ക് അതുപോലെ വാങ്ങിച്ചു കൂട്ടുക എന്ന് പറയുന്നത് ഒരു സാധാരണ വീട്ടമ്മയെ സംബന്ധിച്ച് എന്താണ്, മിനിമലിസം ആണോ? അല്ല. അത് നമ്മളുടെ ആ ഒരു മണി മാനേജ്മെൻറ്റിന് കോട്ടം തെറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മറ്റുള്ളവരെ വീഡിയോസോ മറ്റു കാര്യങ്ങളോ കൊണ്ട് നമ്മളുടെ അടുക്കളയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിറച്ച് കൂട്ടുന്നത് നമുക്ക് ആവശ്യമുണ്ടോ? പക്ഷെ ആ കുട്ടിയുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ആദ്യം സാധാരണ പാത്രങ്ങളിലും ഉരുളിയിലും ഒക്കെയാണ് ആ കുട്ടി പാചകം ചെയ്തിരുന്നത്. പിന്നീട് ആ കുട്ടിയുടെ വരുമാനം അനുസരിച്ചാണ് നല്ല നല്ല പാത്രങ്ങൾ ആ കുട്ടിക്ക് ആ കാണിക്കുന്നതിനനുസരിച്ച് വരുമാനം വരിക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലോ കാര്യങ്ങളോ കണ്ടിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും നമ്മൾ കിച്ചണിൽ നിറയ്ക്കാതിരിക്കുക. പിന്നെ ഇനി വസ്ത്രങ്ങൾ, അത് വിചാരിച്ച് നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ഇന്ന തരത്തിലുള്ളൊരു പാത്രം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിൻ്റെ ആഗ്രഹമാണ്, വാങ്ങിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ സാമ്പത്തികം അനുസരിച്ചിരിക്കും. ആഗ്രഹങ്ങളൊക്കെ തീർക്കാനുള്ളതാണ്, പക്ഷെ സാമ്പത്തികം അനുസരിച്ചായിരിക്കണം എന്ന് മാത്രം. ഇനി അടുത്ത് നമ്മളുടെ ഒരു വസ്ത്രത്തിൻ്റെ കാര്യം എടുത്തൊന്ന് വിചാരിക്കും. വില കൂടിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം, അല്ലാത്ത തരത്തിലുള്ളത് ഉപയോഗിക്കാം. അത് ഒരാളെ സംബന്ധിച്ചൊരു ഇപ്പോൾ ഒരു എൻ്റർപ്രണറാണ്, ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ആൾക്കൊരു ബ്രാൻഡഡ് ഷർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾ വരുന്ന ഒരു വാഹനവും വസ്ത്രവും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ആ മീറ്റിങ്ങിന് എന്താ പറയുക, അതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ എന്താ പറയുക, ആ ബിസിനസ് ഡീൽ ചെയ്യാനുള്ളൊരു പരസ്പരം ആ കൈ കൊടുക്കുന്നത് ഒരു പക്ഷേ ആളുടെ വസ്ത്രധാരണ ശ്രദ്ധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സംസാര രീതി ശ്രദ്ധിക്കും, അവർ വരുന്ന വാഹനത്തിൻ്റെ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാം. പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർ അവരെ കണ്ടിട്ട്, അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ അവർ വന്നിറങ്ങുന്ന ആ ഒരു ഭാവം കണ്ടിട്ടോ രൂപം കണ്ടിട്ടോ എനിക്കതുപോലെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ കടം വാങ്ങിച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സത്യത്തിൽ നമുക്കത് നമ്മളുടെ ജീവിതം ഭംഗിയായിട്ട് പോകുമോ? ഇല്ല. അത് വിചാരിച്ച് ഈ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വാങ്ങിക്കേണ്ട, ഇതൊക്കെ വിപണിയിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ തന്നെയാണ്. നമ്മളുടെ സാമ്പത്തികം അനുസരിച്ചായിരിക്കണം, നമുക്ക് ആവശ്യത്തിനനുസരിച്ചായിരിക്കണം. ഇത് ആവശ്യക്കാരത് വാങ്ങിച്ചോട്ടെ, അല്ലാത്തവർക്ക് പക്ഷെ ഇതൊന്നും വാങ്ങിക്കേണ്ടെന്നും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ജോലി സംബന്ധിച്ചിരിക്കും, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളുടെ സാമ്പത്തികം എങ്ങനെയുണ്ട്, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓരോ വസ്ത്രവും വാങ്ങിക്കുക. ഇനി നമുക്ക് വല്ലപ്പോഴും ഇങ്ങനത്തെ ഒരു ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ കൊതി തോന്നിയിട്ടൊരു ധരിക്കണം, സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴും നീ വാങ്ങിക്കുന്നത് കൊണ്ടും നമ്മളുടെ കയ്യിലെ പൈസക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഒരു വീടിൻ്റെ കാര്യം എടുക്കുമെന്ന് വിചാരിക്കും. ചിലർ നല്ല ഭംഗിയുള്ള വലിയ ആഡംബരമായിട്ടുള്ളൊരു ഭവനമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കുക. ഇത് കണ്ടിട്ട് ഇതൊക്കെ കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കും, ഇവരുടെ ഭാഗ്യം എന്നൊക്കെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ കണ്ട് നമുക്ക് സന്തോഷിക്കുക. നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് ഒരു വീട് പണിയായി, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വീട് പണിതിരിക്കുന്നത്, ഞങ്ങൾ ഈ താമസിക്കുന്ന വീട് പണിതിരിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. അപ്പം ഞങ്ങൾക്കിത് വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതല്ല, ചെറുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതല്ല. ഒരു 2750 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സാധാരണ വീടാണ് എൻ്റെ വീട്. പക്ഷേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെയും കണ്ടിട്ടല്ല ഈ വീട് പണിതിരിക്കുന്നത്, നമുക്ക് എന്താണോ ആവശ്യം അത് പ്രകാരമാണ്. പക്ഷെ ഇനിയും ഈ വീട്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും കുറച്ചും കൂടി ഭംഗിയാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്കൊരു ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരു മണവാട്ടി, അതായത് ഒരു പെൺകുട്ടി കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, ഒരു ഭയങ്കര ഭംഗിയായിരിക്കും. അതിനെ പലതരത്തിൽ നമുക്ക് ഒരുക്കാം, മിനിമലായിട്ട് ഒരുക്കാം, ആഡംബരമായിട്ട് ഒരുക്കാം. അപ്പം എപ്പോഴും ഒരു പെൺകുട്ടി ഒരുങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു കല്യാണ പെൺകുട്ടി. അന്നത്തെ ആ ഒരു ഭംഗി പിന്നെ എങ്ങനെ ഒരുങ്ങിയാലും അവർക്ക് കിട്ടില്ല. അതുപോലെയാണ് നമുക്ക് നമ്മളുടെ വീടും ഒന്ന് കയറി വരുമ്പോൾ ഏറ്റവും ഭംഗിയായിരിക്കണം, വൃത്തിയായിട്ടിരിക്കണം. എല്ലാവർക്കും ആഗ്രഹമാണ്. ഇതിലെത്ര പൈസ മുടക്കാനും എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹമാണ്. പിന്നെ ചിലതൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതിലും വലിയ ആവശ്യങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ്. നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് ഇനിയും നമ്മളുടെ വീട്ടിൽ പലരും പറയും നമുക്ക് വീട് എന്ന് പറയുന്നത് ഡെഡ് മണിയാണ്, കാര്യങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും എനിക്കതിനെ സംബന്ധിച്ച് നമുക്കൊരു സന്തോഷം തരുന്നതും സമാധാനം തരുന്നതും എന്തോ നമ്മളുടെ വീടിന് പൈസ ചിലവാക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. പൈസയുടെ
കുറവ് മൂലമാണ് ഇതും ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാത്തത്. ഇനിയും ഇതിനെ ഭംഗിയാക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വീടുമ്മ ആരും പൈസ ചിലവാക്കരുതെന്ന് ഞാൻ പറയില്ല. അവനവൻ്റെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് ആഡംബരത്തിലാണെങ്കിലും മിനിമത്തിലാണെങ്കിലും എങ്ങനെയായാലും അവനവൻ്റെ മറ്റുള്ളവരുടെ വീട് കണ്ടിട്ട് അതിനേലും വലുത് എനിക്ക് പണിയണം, അതിനേലും ഭംഗിയാക്കണം, അങ്ങനെയല്ല. നമ്മളുടെ ആഗ്രഹം എന്താണോ, നമ്മളുടെ ബെഡ്റൂം എങ്ങനെയായിരിക്കണം, നമ്മളുടെ കിച്ചൺ എങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുക, ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. അപ്പോൾ അത് വീടിൻ്റെ കാര്യത്തിലും നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ ഇനി ഒരു അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നൊരു രീതിയുണ്ട്. അത് നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. എല്ലാവർക്കും, നമുക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ എല്ലാ മാസവും ഒരു ഷവർമ്മ എൻ്റെ മക്കൾക്ക് അഫോർഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എല്ലാ മാസവും നമ്മൾ അതന്നെ നമുക്ക് പല പൈസയുടെയും ഷവർമ്മ നമുക്ക് കിട്ടും. ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള എൻ്റെ ഒരു അടുത്ത വീട്ടിലൊരു കുട്ടിയുടെ ഇതിൽ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നമ്മളങ്ങനെ വാങ്ങിക്കാറുണ്ട്. കുറഞ്ഞ പൈസയേ ഉള്ളൂ, നല്ല റിച്ചായിട്ട്. ഇനിയിപ്പോൾ എനിക്കങ്ങനെ തരുന്നതാണോ എന്നറിയില്ല, മൊത്തം ആൾക്കാർക്കും അങ്ങനെ കൊടുക്കണതാണോ എന്നറിയില്ല, നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും മാസത്തിലൊരു പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് എൻ്റെ മക്കൾക്കും ഞങ്ങൾക്ക് ഫാമിലി എല്ലാവർക്കും ഒരു ഷവർമ്മ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടെന്നൊന്നും പറയില്ല എങ്കിലും, പക്ഷേ എൻ്റെ പരിചയത്തിൽ ഒരാൾ പുറത്തുനിന്ന് ഫുഡ് മാത്രം വാങ്ങിച്ചിട്ട് സാമ്പത്തികം മൊത്തം തകിടം പറഞ്ഞിട്ടുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ പോലും സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ആളുടെ അടുത്ത് ഞാനൊന്ന് സംസാരിച്ചപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയണേ, ഞാൻ എന്താ ആൾപാടാ കാണിക്കണമെന്നാണ് പറയണേ, ആകെ കുറച്ച് ഭക്ഷണം ആളുകൾക്ക് വാങ്ങിച്ചു കൊടുക്കും. പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു കാർ എടുത്ത് നമ്മളതിലൊരു 5-6 ആളുകളെ 3 നേരം അല്ലെങ്കിൽ 5 നേരം പുറത്ത് കൊണ്ടുപോയിട്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും. അതൊരു പുറം രാജ്യത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ 5 പേർക്കും 5 നേരം എന്ന് പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താലത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും? ഒരു പ്രാവശ്യം ഒരുപാട് പൈസ ഈ ആൾക്കിപ്പോൾ ഒരു 25,000 രൂപ കിട്ടണമെന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപയ്ക്ക് ഇയാൾ ഫുഡ് വാങ്ങിച്ചു. 2.5 ലക്ഷം രൂപ ചിലവാകാനൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതെന്തൊന്ന് കണക്കൊക്കെ ഈ പറയണത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു 7 ആൾ ജ്യൂസ് പോയി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വരും? അതിനൊപ്പം തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാനുള്ളൊരു ഒരു നേരം എന്തെങ്കിലും കഴിക്കാനുള്ളതൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ബില്ല് വരെ 3000 രൂപയായിരിക്കും. അത്യാവശ്യം ഒരു പുറത്തുനിന്നുള്ളൊരു ഷോപ്പിൽ നിന്ന് വെറുതെ ചായക്കടയിൽ പോയിട്ടൊരു 10 രൂപയുടെ ചായയും 5 രൂപയുടെ ചെറിയൊരു സ്നാക്കല്ല വാങ്ങിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇത് 5 നേരം അല്ലെങ്കിൽ വീട്ടിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും അവരെ വീട്ടിൽ എന്താ പറയുക, ഗസ്റ്റിനെ ക്ഷണിക്കുക, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് ഈ 30 ദിവസത്തിൽ 25 ദിവസം ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് ഗസ്റ്റുകളെ വരുത്തി സാമ്പത്തികം ഇല്ലാത്തവർ ചെയ്തു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഈ 25,000 രൂപ ഉള്ള വരുമാനമുള്ള ആൾ ഈ നിലക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 25,000 ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അതിന് വേണമെങ്കിൽ ദിർഹംസിൽ കൺവേർട്ട് ചെയ്യാം. 25,000 ദിർഹംസ് ആയിരിക്കാം. ആ ആൾ 2.5 ലക്ഷം ദിർഹംസ് ചിലവാക്കി കഴിഞ്ഞാൽ ഈ കണക്കൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താന്ന് തോന്നും. പക്ഷേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ആൾ കോടികൾ കടായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ചെയ്യണേക്കണ ഒരു ആർഭാടം കണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. വണ്ടിയിൽ പെട്രോൾ അടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ഭക്ഷണം ആളുകൾ കണ്ടവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, വലിയ രീതിയിൽ ചെയ്യുക. അങ്ങനെ മുടിഞ്ഞിട്ടുള്ള ആളുകളും ജീവിതത്തിലുണ്ട്. പിന്നെ ഈ വസ്ത്രം വാങ്ങിക്കാൻ പോകുക എന്നുള്ള ഒരു സെക്ഷൻ പറഞ്ഞു. അവനവൻ്റെ കയ്യിലുള്ള ഗോൾഡ് വിറ്റിട്ടും പണയം വെച്ചിട്ടും ടാക്സി വിളിച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയിട്ടുള്ള മഹതികളെ കണ്ടിട്ടുണ്ട്. അവരുടെ സാമ്പത്തികം, അതും മിനിമലിസത്തിൽ നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പത്തികം എവിടെ പോകുന്നുള്ളത്. പിന്നെ വേറൊരു തരത്തിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനം കുറഞ്ഞു, ജോലി പോയിട്ടും എൻ്റെ കുട്ടികൾക്ക് ഇന്ന് വരെ ഒരു ഫിഷ് ഫ്രൈ ഇല്ലാതെ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ 2 വസ്തുക്കൾ വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ഒരു മീൻ പൊരിച്ചത് കൊടുത്തിട്ട്, മീൻ പൊരിച്ചത് മാത്രമല്ല, നമുക്ക് വരുമാനം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു വിറ്റ് ജീവിക്കാനുള്ളതല്ല. ഈ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് വേണം. ആഡംബരത്തിൽ ഇത്തിരി മക്കൾക്ക് ആഡംബരത്തിൽ ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ വരുമാനം, നമ്മളുടെ വസ്തു വിറ്റിട്ട് ഒരിക്കലും നമ്മളുടെ മക്കൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ തുനിഞ്ഞിരിക്കുന്നുള്ളതാണ് കേൾക്കേണ്ടത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അസറ്റായിട്ട് നമ്മളുടെ ഗോൾഡ് ഉള്ളതോ അല്ലെങ്കിൽ വസ്തുക്കളുള്ളതോ
വിറ്റ് നമുക്ക് ജീവിതത്തിൻ്റെ, അതായത് നിത്യവകയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിറ്റ് പതുക്കെ പതുക്കെ തീർക്കരുതെന്നാണ് അർത്ഥം. അതിനൊക്കെ ആവശ്യങ്ങൾ വരും. നമുക്ക് ഗോൾഡ് വിൽക്കാനും, അതൊക്കെ ഗോൾഡ് എന്ന് പറയുന്നത്, വസ്തു എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഗോൾഡൊക്കെ ഉള്ളത്. പക്ഷേങ്കിൽ ആ ആവശ്യം നമുക്ക് അത്യാവശ്യമാണോ, ആവശ്യമാണോ, അനാവശ്യമാണോ എന്നുള്ളതൊക്കെ 1, 2, 3 വട്ടമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. മിനിമലിസം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ഒരു പറഞ്ഞത് കൊണ്ടൊന്നും തീരുന്നൊരു സംഭവമല്ല. ഒരാളുടെ മനസ്സിൽ നിന്നും, പ്രവൃത്തിയിൽ നിന്നും, ചിന്തയിൽ നിന്നൊക്കെ ഉടലെടുക്കേണ്ട ഒരു സംഭവമാണ്. നിരന്തരമായിട്ടുള്ളൊരു പ്രാക്ടീസിൻ്റെ ഫലമായിട്ടാണ് ഈ മിനിമലിസം അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർ ജീവിക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് ഏത് തരത്തിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ വാഹനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആഡംബരത്തിലുള്ളത് വേണോ, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനായിട്ടുള്ള ഒരു ചെറിയ വാഹനം വേണോ? കാറ് വാങ്ങിക്കുന്നത് ഒരിക്കലും ആർഭാടമല്ല, ആഡംബരമല്ല. അപ്പോൾ ചോദിക്കും മിനിമലിസം എന്ന് പറഞ്ഞാൽ പിശുക്കാണോ എന്ന് ചോദിക്കും. പിശുക്കല്ല. പിശുക്ക് എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുക, നമുക്ക് വന്ന ആവശ്യങ്ങൾ പോലും നിറവേറ്റാതെ മറ്റുള്ളവരിൽ നിന്നും ആശ്രയിച്ച് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് ചെറിയ നിലക്കൊരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ മുതലാക്കുന്ന രീതിയിൽ പലരിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ സ്വീകരിക്കുന്നതിനെയൊക്കെയാണ് പിശുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ആരെങ്കിലും ഇതിൽ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷപൂർവ്വം നമ്മൾ പല കാര്യവും നിരസിക്കണം. കാരണം പല കാര്യങ്ങളും നമുക്ക് നമ്മൾ ഇഷ്ടത്തിനുള്ള ചെയ്യാനുള്ളത് മറ്റുള്ളവരെ ആശ്രയിച്ചായിരിക്കരുത്. നമുക്ക് അതോ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സ്വന്തമായിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ബന്ധുക്കളായിരിക്കാം, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ സ്നേഹപൂർവ്വം അതിനൊക്കെ നിരസിച്ചിട്ട് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. നേരെ മറിച്ച് ഗിഫ്റ്റൊക്കെ തരുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാം കേട്ടോ, അങ്ങനെയല്ല, അതൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു മുതലെടുപ്പിലൂടെ നടക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയൊന്നും ആവാതിരിക്കുക. നമ്മളുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ. വീഡിയോയുടെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം കാര്യം എന്നോട് ഈ കമൻറ്റ് ചെയ്ത് ചോദിച്ച ആളുകൾക്ക് ഒരു പക്ഷെ അവർ മിനിമലിസത്തിൻ്റെ പാതയിലൂടെ ആയിരിക്കും പോകുന്നത്. അല്ലാത്തവർ ഇങ്ങനെ അവരെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപക്ഷെ ഒന്ന് കേട്ട് കഴിഞ്ഞ് എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ പലരെ സംബന്ധിച്ച് പലതിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ മിനിമലിസം. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇത്രയും ലെങ്ത്ത് കൂടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിലൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ എൻ്റെ ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പും ഉണ്ട്. പേഴ്സണൽ സെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.